കൈകളുടെ ചർമ്മത്തെ തിളക്കം കൂട്ടാൻ നിങ്ങൾക്ക് എളുപ്പം സഹായിക്കും. ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ കൈകൾക്കും കാലുകൾക്കും ചുളിവോ ഒന്നുമില്ലാതെ നിങ്ങളുടെ കാലിൻ്റെയും കൈകളുടെയും പിഗ്മെന്റേഷനും ഒക്കെ തുടച്ചു മാറ്റി നല്ല അഴകാക്കി മാറ്റാൻ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. എന്താണെന്നുള്ളത് പറയാം കേട്ടോ. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. എൻ്റെ ഓൾ എന്ന ഓപ്ഷൻ ാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കൈകളുടെ ആണെങ്കിലും കാലിൻ്റെ ആണെങ്കിലും ഉപ്പൂറ്റി ഭാഗത്തെ ആണെങ്കിലും ഡെഡ് സ്കിന്നൊക്കെ തുടച്ച് മാറ്റി നല്ല അഴകാക്കി മാറ്റാൻ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു കിടിലനൊരു സംഭവമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ തണുപ്പ് സമയമൊക്കെ അല്ലയോ, തണുപ്പ് സമയമാകുമ്പോൾ കൂടുതലായിട്ട് ഉപ്പൂറ്റിയൊക്കെ വെടിച്ച് കീറൽ ഉണ്ടാവാറുണ്ട്. കൂടാതെ തന്നെ ചർമ്മത്തിൻ്റെ നിറവും കുറയാറുണ്ട്. നമ്മുടെ ഫേസിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട 2 ഭാഗങ്ങളാണ്, ഒന്ന് കൈയും കാലും. കൂടുതലും അധികം ആരും ശ്രദ്ധിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കൈയുടെയും കാലിൻ്റെയും ചർമ്മം നശിച്ചു പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. നശിച്ച ചർമ്മത്തെ ജീവൻ നൽകി നല്ല നിറം നൽകാനും സഹായിക്കുന്ന കിടിലനൊരു സംഭവമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, ചേഞ്ചസ് കാണാൻ സാധിക്കും. എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. അതെന്താണെന്നും അത് ചെയ്തിട്ടുള്ള ചേഞ്ചസും കണ്ടു നോക്കാം. അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടി ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നാരങ്ങ നീര് അരമുറി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ. ഓക്കെ, ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. ഈ രീതിയിൽ തന്നെ നമ്മുടെ കാലുകൾക്കും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കൈകൾക്ക് മാത്രമാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ഈ സെയിം രീതിയിൽ തന്നെ കാലിനും കൂടി ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, എന്തായാലും എൻ്റെ കൈകൾ ഇതിലേക്ക് ഞാൻ ഇറക്കി വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ കൈകൾ ഇറക്കി അതിൽ തന്നെ വെക്കണം. നമ്മുടെ നഖങ്ങളുടെ ഇടയിലുണ്ടാവുന്ന അഴുക്കുകൾ മാറ്റാനും ഒക്കെ എളുപ്പം സഹായിക്കും. പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യുന്നതിന് പൈസ എന്തിനാ വെറുതെ കളയുന്നത്? ഇത് ചെയ്താൽ മതി. നിങ്ങളുടെ കൈകൾക്ക് അടിപൊളിയാണ്. ഉള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ സലൂണിൽ വരുന്നവർ എന്നോട് എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ചേച്ചി നാച്ചുറൽ കാര്യം ചെയ്തതാന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അവർക്കൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. എൻ്റെ കൈക്ക് ഇത്രയും നാളായിട്ട് ഒരു ചുളിവോ ഒന്നുമില്ലാത്തതിൻ്റെ രഹസ്യം ഇത് തന്നെയാണ്. അപ്പം നിങ്ങളിപ്പോൾ എല്ലാ ഞായറാഴ്ച ഇത് ചെയ്താൽ മതി. നിങ്ങളുടെ കൈകൾക്ക് നല്ലതാണ്. നമുക്കിപ്പം ഒരു മൈൻഡ് ഫ്രഷ് ആവുകയും കൂടി ചെയ്യും. ഞാനിപ്പം കൈ കുറച്ച് നേരം കൈ ഇരിക്കട്ടെ ഇങ്ങനെ തന്നെ. അങ്ങനെ കൈ എടുത്തിട്ടുണ്ട് ഞാൻ. വെള്ളത്തിൻ്റെ അഴുക്ക് ചേഞ്ചസ് കണ്ടോ? നല്ല പോലെ നമ്മളിപ്പം കാണാത്ത അഴുക്ക് നമ്മുടെ കൈകൾക്കുണ്ട്. അതെല്ലാം പോയിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ കൈക്ക് ചെറിയ രീതിയിൽ ചേഞ്ചസ് ഉണ്ട്. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷവർ ജെല്ല് ഇല്ലെങ്കിൽ ഷാമ്പു ആയാലും മതിയാകും. ഞാനിവിടെ ഷവർ ജെല്ല് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഷവർ ജെല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കസ്തൂരി മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കുക. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പും തയ്യാറായിട്ടുണ്ട്. ഇത് കൈകളിൽ ഇട്ടിട്ടുള്ള ചേഞ്ചസും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ആദ്യം ചെയ്ത കാര്യം നിങ്ങൾ കണ്ടല്ലോ, അത് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അതെല്ലാം ഇട്ടിട്ടുള്ള ചേഞ്ചസും ഒക്കെ ഞാൻ കാണിക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു തയ്യാറാക്കിയത് ഉണ്ടല്ലോ, അത് നമ്മുടെ കൈകളിലേക്ക് തേച്ച് കൊടുക്കാം. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങളുടെ കാലുകളിലും ഒക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, മറ്റേ കൈക്കും അതേപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ്.
ഓക്കെ, തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പിഴിഞ്ഞതിൻ്റെ നാരങ്ങയുടെ കൊന്തുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിൽ നല്ലപോലെ ഇതാക്കി കൊടുക്കുക. ഓക്കെ, അകങ്ങളുടെ സൈഡിലുമൊക്കെ ചെയ്ത് കൊടുക്കുക. കഴുകിയിട്ടുണ്ട്, നല്ലപോലെ സ്കിന്നിൽ നിന്ന് ഡെഡ് സ്കിന്നെല്ലാം മാറിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ വെള്ളം ഒന്ന് മാറ്റട്ടെ. ഓക്കെ, വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇതുണ്ടോ, കൈ ഉണ്ടോ, അടിപൊളിയായിട്ടിരിപ്പുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ കൈയൂടെ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. കിടിലൻ സംഭവം കണ്ടോ, ഇതുണ്ടോ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. കണ്ടല്ലോ, ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നൽകുന്നതാണ്. നിങ്ങളുടെ കൈയുടെയും കാലിൻ്റെയും ചർമ്മം പിഗ്മെൻറ്റേഷൻ വന്ന് ഒരിക്കലും ഇരിക്കില്ല കേട്ടോ. ഇനി നിങ്ങളുടെ കൈയും കാലും നല്ല സുന്ദരമാക്കാൻ ഇതിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തു നോക്ക്, ചെയ്തിട്ടുള്ള വ്യത്യാസം വന്ന് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഇത് ചെയ്തിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയണേ മറക്കാതെ തന്നെ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.